ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അംബർല കട്ട് ഫ്രോക്കും അംബർല കട്ട് സ്ലീവും രണ്ട് തട്ടാണ് കേട്ടോ. അത് രണ്ടിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലൈനിങ്ങൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10 വയസ്സ് ഉള്ള കുട്ടിക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലൈനിങ്ങൊക്കെ നമ്മൾ അതിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാവാടയ്ക്കുള്ളതാണ് രണ്ട് തട്ടാണ് കേട്ടോ അതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അംബർല കട്ടിങ്ങിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിയിൽ ഉള്ളിൽ ലൈനിങ് ആയിട്ട് ക്രൈപ്പിൻ്റെ തുണിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവ മൂന്നും വെട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സിബ് പിടിപ്പിക്കുക. സാധാ സിബാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇൻവെസിബിൾ സിബ് ഒന്നല്ല, സാധാ സിബാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സിബ് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ രണ്ട് സൈഡും പിടിപ്പിക്കണം കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, രണ്ട് സൈഡും ഒരേ അളവിൽ പിടിപ്പിക്കുക. എന്നാലാണ് അത് നോക്കി ചെയ്യണം. കയറി ഇറങ്ങാനൊന്നും പാടില്ല. കറക്റ്റ് അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ മുകളത്തെ പണി അധികം ഒന്നുമില്ല, കട്ടിങ്ങൊന്നും അതാണ് ഉൾപ്പെടുത്താഞ്ഞത് കേട്ടോ. ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ അതിൻ്റെ പണ്ട് ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും. എന്നിട്ടാണ് നമ്മൾ ആ ഒരു അംബർല കട്ടിങ്ങുള്ള ആ സ്ലീവ് കണ്ടതിൽ ഇതിൻ്റെ വീഡിയോ എടുത്തു എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വീഡിയോ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. അത് കാരണം ഞാൻ വേറൊരു തുണിയിൽ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാനൊരു സാധാ ഒരു തുണി എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് അംബർല കെട്ടുന്നത് ഇപ്പോൾ ചിലരൊന്നും അത് ആദ്യമായി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരുന്നത്. അത് എടുത്തതായിരുന്നു, പക്ഷെ അത് ഓഫായി പോയി. സ്റ്റോറേജ് ഫുള്ളായിട്ട് തോന്നുന്നു അത് ഓഫായി പോയിട്ട് അതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 7.5 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ സ്ലീവിൻ്റെ ഇറക്കെടുത്തിരിക്കുന്നത്. ആ അംബർല പാവാടയ്ക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യില്ല, അതുപോലെ തന്നെ ഒന്ന് 4 ക്രോസ് മടക്കിയതിന് ശേഷം എന്നിട്ട് അതിൽ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇറക്കം നമുക്ക് ഇനി വേണമെങ്കിൽ കൂട്ടിവെച്ചാൽ കൂട്ടാം കേട്ടോ. ഞാനൊരു മീഡിയം ഒരു കുഞ്ഞല്ല, അപ്പോൾ അവൾക്ക് ഇത്ര ഇറക്കം മതി. അത് കാരണം അങ്ങനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് പോയിൻ്റ് ചെയ്യുക. സെൻറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് എത്ര നീളമുണ്ട് നോക്കുക. ഞാൻ 7.5 8 ഇഞ്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 4 ഇഞ്ച് കേട്ടോ. അപ്പോൾ രണ്ട് വശം ഒരേമാതിരി ആയിരിക്കണം. അതിൻ്റെ സെൻറ്റർ തന്നെ അടയാളപ്പെടുത്തണം കേട്ടോ. ഇതിന് ശേഷം അതിൻ്റെ പകുതിയിൽ ഒരു പോയിൻ്റ് ഇടുക. ആ സെൻറ്ററിൽ നിന്നും പിന്നെ അതിൻ്റെ ഒരു പകുതി. ഇപ്പോൾ 4 ഇഞ്ചാണെന്ന് വെച്ചാൽ 4 ഇഞ്ചിൻ്റെ പകുതി 2 ഇഞ്ച് കണ്ടോ. ആ ഒരു അടയാളത്തിൽ നിന്ന് ആ സെൻറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ 3 വര വരും. 3 വര ഇട്ടതിന് ശേഷം നമ്മൾ ഹോളിൻ്റെ അവിടെ കണ്ടില്ലേ, റൗണ്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് തരുന്നതെന്ന് പറഞ്ഞായിരുന്നു. ആ റൗണ്ടിൻ്റെ അവിടെ എത്രയാണോ അളവ് നോക്കുക. ആ അളവ് നോക്കിയിട്ട് അളവിൻ്റെ അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ നീളത്തിലുള്ള അളവല്ല എടുത്തിരുന്നത്, 2 പിടിച്ചിട്ടുള്ള അളവാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 ഇഞ്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2.5 ഇഞ്ച് അളവിൽ റൗണ്ട് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ടാണ് നമ്മൾ ആ സ്ലീവിൽ പിടിപ്പിക്കുന്നത് കേട്ടോ. അതിനാണ് ഇവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് അപ്പോൾ കണ്ടിട്ടില്ലേ, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കും, കഷഭാഗത്തേക്ക് ചെറിയതുമായിട്ട് സ്ലീവ് വരുന്ന കണ്ടിട്ടില്ലേ. ഇങ്ങനെയാണ് നമ്മൾ അംബർല കട്ടിങ് സ്ലീവ് അടിക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. നമ്മളെ കഷഭാഗത്തേക്ക് ചെറുതും നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വലിയ ഭാഗവും ഉള്ളതാണ് ഉൾപ്പെടുന്നത്. ഇത് നമ്മൾ രണ്ട് തട്ടാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു തട്ടും കൂടി അതുപോലെ ഒന്ന് വെട്ടിയെടുക്കണം. കണ്ടോ, അതും ഇതേമാതിരി 4 മടക്കുക കേട്ടോ. നമ്മൾ മറ്റേത് പാവാടയ്ക്ക് ക്രോസിലാണ് മടക്കുക. ഇത് അങ്ങനെയല്ല, 4 മടക്കിയാൽ മതി. ആ 4 മടക്കിയതിന് ശേഷം ആ മൂലയിൽ നിന്ന് അളവ് നമ്മൾ 7.5 എടുത്തിരുന്നത് അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറവാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പീസും കൂടി അതുപോലെ വെട്ടിയെടുക്കുക. കറക്റ്റ് ആ ഒരു അളവിൽ വരഞ്ഞതിന് ശേഷം വെട്ടിയെടുക്കുക കേട്ടോ. കണ്ടോ, ആ ഒരു അളവിൽ തന്നെ കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഇറക്കം കുറച്ച് മാറ്റത്തിന്. തയ്യൽ തുമ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങി കിടക്കണം എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ മടക്കി അടിക്കാനുള്ള എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. ആ സെൻറ്ററും ഇപ്പോൾ നമ്മളവിടെ സെൻറ്റർ ചെയ്തിട്ട് താഴേക്കല്ലേ അവിടെ അടയാളപ്പെടുത്തിയത്, അതേമാതിരി ആ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്ക് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു അതേ അളവിലൊന്ന് വരച്ചു കൊടുക്കുക. ഈ വരച്ചു കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ ഹാം ഹോളിൽ പിടിപ്പിക്കുന്ന ഭാഗമാണിത്. അതാണ് അവിടെ വരച്ച് ഇട്ടിട്ട് കാണിച്ചു തരുന്നത്. എന്നതിന് ശേഷം നമ്മൾ നൂർത്തിയിട്ട് നമ്മൾ ഇതേമാതിരി 2 സ്ലീവും വേണം കേട്ടോ. അതൊരൊറ്റ സ്ലീവാണിത്. നമ്മൾ ഇതേമാതിരി മറ്റേ കയ്യിലേക്കും സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം.
എന്നിട്ട് നമ്മൾ ആ രണ്ടെണ്ണത്തിനും കൂടി ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് രണ്ടെണ്ണത്തിൻ്റെ വക്കൊക്കെ ഒന്ന് അടിക്കുക കേട്ടോ. നമ്മൾ ഈറുമ്പ വെച്ചിട്ട് ഓവർലോക്കൊക്കെ ചെയ്തിട്ടാണ് വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ കോട്ടനാണ്, അത് നമ്മൾ മറ്റേത് സാരിയാണ്, സാരി നമുക്ക് അടിക്കാൻ തന്നതാണ്. ആ സാരി കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഹോളിൻ്റെ ആ ഭാഗം കണ്ടില്ലേ, റൗണ്ട് ചെയ്ത് അടിച്ചിട്ടുള്ള ബ്ലൗസിനൊക്കെ അടിക്കണ മാതിരി ആ ഭാഗത്തിൽ നീളമുള്ള ഭാഗമല്ലേ, നീളമുള്ള ഭാഗം നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ വെക്കുക കേട്ടോ. നമ്മൾ ഷോൾഡർ യോജിപ്പിക്കില്ലേ, ആ ഷോൾഡർ യോജിപ്പിക്കുന്നതിന് അവിടെ നീളമുള്ള വശം വെച്ചതിന് ശേഷം അതിന് 4 ഓറൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരേ അളവിൽ കണ്ട് നമ്മൾ ആ ഹാം ഹോളിൻ്റെ അവിടെ കണ്ടില്ല ആ ഒരു നമ്മൾ കൂട്ടിയടിച്ചത്, അതേമാതിരി റൗണ്ട് ചെയ്ത് അടിക്കുക. അപ്പോൾ റൗണ്ട് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ലീവ് ആവും. ഇപ്പം ഇനി അമ്പർല സ്ലീവ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കട്ട് ചെയ്യാൻ എങ്ങനെയാണ്, അത് എങ്ങനെ പിടിപ്പിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതിന് ശേഷം നമ്മൾ ആ ഒരു അടിയിലുള്ള പാവാട ഒന്ന് അതിലേക്ക് യോജിപ്പിക്കുക. ഞാൻ ആ അമ്പർല കട്ടിങ്ങുള്ള പാവാട 3 എണ്ണം കൂടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 എണ്ണം ഒന്നുമില്ല, അത് അമ്പർല കട്ടിങ്ങുള്ള പാവാട ഒന്ന് വലുതും ഒന്ന് ചെറുതും അത്ര കട്ട് ചെയ്തെടുക്കുക. രണ്ട് പ്രാവശ്യം കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അമ്പർല കട്ടിങ്ങിൻ്റെ ആ 2 തട്ടിനുള്ള പാവാടയ്ക്ക്. എന്നിട്ട് നമ്മളതിൻ്റെ അരവശം ഒന്ന് യോജിപ്പിച്ചെടുക്കുക, അത്രേ വേണ്ടുള്ളൂ. അത്ര റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല. ഇനി അമ്പർല കട്ടിങ്ങിൻ്റെ മാത്രം ഞാനൊരു പാവാട സ്റ്റിച്ച് കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും കണ്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു മുകളിലത്തെ ഭാഗത്തും അതിൻ്റെ ഉള്ളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. അതായത് നല്ല തുണി, ഇതിൻ്റെ പാവാട നല്ല തുണി, അങ്ങനെ അത് 2 3 അടിക്കുക കേട്ടോ. അടിച്ചിട്ട് 4 ഓറും അത് യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ പാവാടയുടെ 2 തട്ടുണ്ടല്ലോ, 2 തട്ടും ഉള്ളിലെ ക്രൈപ്പിലെ ലൈനിങ് തുണിയുണ്ട്, അപ്പോൾ അത് 3 കൂടി ഒക്കെ മടക്കി അടിക്കുക. ആദ്യം നമ്മളൊരു 4 ഇഞ്ച് ചെറുതായിട്ട് മടക്കി അടിക്കുക കേട്ടോ. എന്നതിന് ശേഷം 4 പുറം ആദ്യം ഒരു പ്രാവശ്യം മടക്കി അടിക്കുക. എന്നതിന് ശേഷം വീണ്ടും അവിടെ ഒരു 4 ഇഞ്ചും കൂടി ഒന്നും കൂടി മടക്കി അടിക്കുക. എത്രത്തോളം ചെറുതാക്കാൻ പറ്റണോ അത്രത്തോളം ചെറുതാക്കി, അത്രത്തോളം അതിന് ഭംഗി കൂടുകയുള്ളൂ, ചുളിയില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രോക്ക് റെഡി ആയിട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്ക്. അമ്പർല കട്ടിങ്ങിൽ സ്ലീവിലും 2 തട്ട്, പാവാടയിലും 2 തട്ടുള്ള ഉടുപ്പ് എങ്ങനെയുണ്ട്? കസ്റ്റമർക്ക് എന്തായാലും നല്ല ഇഷ്ടമായി പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. കളറും ഇത് സാരി കൊണ്ടാണ് തയ്ച്ചെന്നും കൂടി തോന്നുന്നില്ലല്ലോ, മുന്താടി മാത്രം ഒഴിവാക്കി അടിപൊളിയായൊരു ഫ്രോക്ക്. അതിൻ്റെ സ്ലീവൊക്കെ കിടക്കണം നോക്കി നോക്ക്, കണ്ടോ അടിപൊളിയായിട്ടില്ലേ നോക്കി നോക്ക്, കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി നോക്കുക. ആ ഒരു സാരിയുടെ തുണിയാന്ന് തന്നെ തോന്നില്ല, നമ്മൾ പ്ലെയിൻ തുണി എടുത്തടിച്ച മാതിരിയേ തോന്നുള്ളൂ. കണ്ടോ ആ മുന്താണി മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാ പീസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 തട്ട പാവാട അയൺ ചെയ്തപ്പോൾ ഒന്നും കൂടി ഒതുങ്ങി കിടക്കുകയാണ് കേട്ടോ. നല്ല വൈഡായി കിടന്നതിനാണ് നമ്മൾ ആ തുണി മെറ്റീരിയൽ അങ്ങനെ ഒരു ഒതുങ്ങിയ തുണിയാണ്, അത് കാരണമാണ് അങ്ങനെ അയൺ ചെയ്യും കൂടി ചെയ്തപ്പോൾ അതൊന്നും കൂടി ഒതുങ്ങി കിടന്നു. എങ്ങനെയുണ്ട് ഇതിൻ്റെ പുറകെ കണ്ടോ, വള്ളിയൊക്കെ വെച്ച് കൊടുത്ത് സ്ലീവൊക്കെ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഇത് ഇഷ്ടമായിച്ചാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.